ആന്ധ്രാപ്രദേശ് കർഷക കോൺഗ്രസ് കാട്ടാക്കട ആമച്ചൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാട്ടാക്കട കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ ലഭ്യമാക്കുക, കൃഷി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന തൈകൾ എങ്ങോട്ട് പോയി എന്ന് പറയുക, കർഷകർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ചില വ്യക്തികൾക്ക് മാത്രമായി ഒതുങ്ങുന്നത് അവസാനിപ്പിക്കുക, വ്യക്തമായ കൂടിയാലോചന ഇല്ലാതെ കർഷക ദിനത്തിൽ കർഷകർ എന്ന പേരിൽ മൊമന്റോ നൽകിയത് അന്വേഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാട്ടാക്കട കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുൻ MLA AT ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു ചെറിയ സമരമായി കാണരുതെന്നും കർഷകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാൽ വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെയും കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അതിനൊരു പരിഹാരമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കർഷക കോൺഗ്രസ് നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് ഈ കൃഷിഭവന്റെ മുമ്പിൽ നമ്മൾ മഹാത്മാഗാന്ധി നമുക്ക് കാട്ടിത്തന്ന ഏറ്റവും വലിയ സമര ആയുധമായ ധർണാ സമരത്തിലൂടെ സഹന സമരത്തിലൂടെ ഈ പ്രശ്നങ്ങളിലൂടെ ഉന്നയിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കർഷക കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇത് ഒരു ചെറിയ സമരമായി ഏതെങ്കിലും അധികാരികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം പറഞ്ഞത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പട്ടിണി പാവങ്ങളുടെ പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്ത് ഈ വയലേലകളിലും പഞ്ചാബിലെ കൃഷിഭൂമികളിലും സമർത്ഥമായ കാർഷിക അഭിവൃദ്ധി ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യയിലെ പട്ടിണി മാറ്റുവാൻ നമുക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആ പഞ്ചാബിലെ വയലേലകളിൽ പണിത അവിടെ നിന്ന് കിട്ടിയ കാർഷിക സമ്പത്ത് കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു പ്രദേശങ്ങളിലെ നമ്മുടെ അന്നത്തെ പട്ടിണി മാറ്റിയിരുന്നത് എന്ന് വളരെ അഭിമാനത്തോടുകൂടി കോൺഗ്രസിന് ഓർക്കുവാൻ കഴിയും.